ഈ തീവ്ര ഗ്രൂപ്പുകൾക്കൊന്നും ഇവിടെ യാതൊരു അത്തരം സംഘടനകൾ നിങ്ങൾ നോക്കൂ, മൈക്രോ മൈനോറിറ്റി ആയിരിക്കും അവർ. ഒരു നാട്ടിലും അവർക്കൊരു സ്വാധീനം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ കാസക്ക് 10 വർഷം കൊണ്ട് ഇപ്പൊ കേരളത്തിലെ NDF എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടായിരുന്നു. അവർ പിന്നീട് പോപ്പുലർ ഫ്രണ്ട്, പിന്നീട് ഇപ്പോഴും അവർക്ക് ഒരു സ്വാധീനവും കേരളത്തിലില്ല. വിരലിൽ എണ്ണാവുന്ന അംഗങ്ങളില്ലാതെ. ജമാഅത്തെ ഇസ്ലാമിക്ക് ഇല്ല. അത്തരത്തിലുള്ള ഒരു എല്ലാ സംഘടനകളും മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ മൈക്രോ മൈനോറിറ്റിയാണ്. പക്ഷെ കാസ വന്നപ്പോൾ ഇവിടുത്തെ വലിയ സഭാ പിതാക്കന്മാർ പോലും അവരുടെ വക്താക്കളായി മാറുന്നു. അപ്പോൾ മുസ്ലിം സമുദായം ഇത്തരം ചിന്തകളെ പ്രതിരോധിച്ചതുപോലെ ക്രൈസ്തവ സമൂഹം അതിൻ്റെ ഉത്തരവാദപ്പെട്ട സഭാ നേതൃത്വം, മത നേതൃത്വം അതിനെ പ്രതിരോധിച്ചില്ല എന്നത് സങ്കടകരമാണ്. പക്ഷെ അതേ സമയത്ത് ആഗോളതലത്തിൽ നോക്കുകയാണെങ്കിൽ മാർപ്പാപ്പയെ പോലെയുള്ള ക്രൈസ്തവ സഭയുടെ ഉന്നതരായ പലരും, കേരളത്തിലെ തന്നെ മലങ്കര സുറിയാനി ഓർത്തഡോക്സ് ബിഷപ്പിനെ പോലെയുള്ള പലരും വളരെ ശക്തമായ സ്റ്റാൻഡ് അത്തരം തീവ്ര ചിന്തകൾക്കെതിരെ എടുത്തിട്ടുണ്ട് എന്നത് ഞാൻ കാണാതിരിക്കുന്നില്ല. അത് എടുത്തു പറയേണ്ടതാണ്. പക്ഷെ പലപ്പോഴും കേരളത്തിലെ വലിയൊരു ശതമാനം സഭാപിതാക്കന്മാർ ആ വിഷയത്തിൽ ജാഗ്രതക്കുറവ് കാണിച്ചിട്ടുണ്ട്. അത് തിരുത്തേണ്ടതുണ്ട് എന്നുകൂടി വളരെ സ്നേഹത്തോടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്.